പ്രാണന് തുല്യം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹസ്വരൂപനായ നല്ല ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം അത് ധ്യാനിക്കാനും പ്രാർത്ഥനയിൽ അഭയയാചന നടത്താനുമായി പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവിന്റെ വിലപ്പെട്ട ഭൃത്യന്മാർ എല്ലാവരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരറിയിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ സമയഭേദം കൂടാതെ തിരുസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കരുണയുള്ള കർത്താവ് ഈ പുലരിയിൽ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ ആത്മപ്രേരണയിൽ എഴുതിയ ശ്രേഷ്ഠമായ മഹത്തായ ഗ്രന്ഥമാണ് യോഹന്നാന്റെ സുവിശേഷം. അതിന്റെ 12-ാം അധ്യായം 3-ാം വാക്യമാണ് പ്രിയപ്പെട്ടവരോട് ദൂതായിട്ടറിയിക്കുവാൻ പരിശുദ്ധാത്മാവ് എളിവനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ആരാധനയുടെ സൗരഭ്യം ബഥാന്യയിലെ ഭവനത്തിൽ നിറഞ്ഞു. ഈ പുലരിയിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും കുടുംബങ്ങളിൽ ആരാധനയുടെ സൗരഭ്യം ഉയരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ, 11-ാം അധ്യായത്തിൽ മരിച്ച് നാറ്റം വെച്ചവനായി കല്ലറയിലിരുന്ന ലാസർ ഇതാ 12-ൽ ജീവദായകനായ യേശുവിന്റെ കൂടെ പന്തിയിലിരിക്കുന്നു. സ്തോത്രം. ചില ദിവസങ്ങൾക്ക് മുമ്പ് മരണത്തിന്റെ ദുർഗന്ധം ചൂഴ്ന്നു നിന്ന ഭവനത്തിലാണ് ഇന്ന് ആരാധനയുടെ സൗരഭ്യം നിറയുവാനിടയായത്. ബഥാന്യ, മരണം തകർത്താടിയ സ്ഥലം, കൈപ്പേറിയ അനുഭവം മാത്രമുള്ള ലാസറിന്റെ കുടുംബം, ശാപത്തിന്റെ മൂലസ്ഥാനമെന്ന് പറഞ്ഞ് ഈ ഭവനത്തെ എല്ലാവരും തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ യേശു അവരെ തേടി വന്നു. നിരന്തരം ദുഃഖവും ദുരിതവും മാത്രമുള്ള കുടുംബം, അനാഥരായ 2 പെൺകുട്ടികളും പറക്കമുറ്റാത്ത ഒരാൺ പൈതലും. ഈ ഭവനത്തെ എല്ലാവർക്കും അറിയാം, പക്ഷേ കണ്ണുനീര് തുടയ്ക്കാൻ ആരുമില്ല. എന്നാൽ യേശു മറ്റെവിടെ പോകുന്നതിലും അധികമായി ഈ കുടുംബത്തെ നിരന്തരം സന്ദർശിച്ചു. എന്നിട്ടും അവിടെ കൈപ്പേറിയ അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെ ജീവിതത്തിൽ നിരന്തരം കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ അനർത്ഥം അവർക്ക് വ്യസനകാരണമായി തീരുകയില്ല. നാശം അവരെ ഒഴുക്കിക്കൊണ്ടു പോവുകയില്ല. അനുഭവങ്ങളിലൂടെ, തീച്ചൂളയിലൂടെ പുറത്തു വന്ന ദൈവജനം, സ്തോത്രം, അനേകരെ ആശ്വസിപ്പിക്കുന്ന സാക്ഷികളായി ലോകത്തിന് പ്രതീക്ഷ പകർന്നുകൊണ്ട് നിൽക്കുന്ന കാഴ്ച എത്ര മനോഹരമാണ്. പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേൽ ജനം ഇതാ മാറയിലെത്തി. മറായിലെ കയ്പ് നിമിത്തം 30 ലക്ഷം ജനങ്ങൾ ദൈവദാസനെതിരായി. യഥാർത്ഥത്തിൽ ഉത്തരവാദി മോശയല്ല, മേഘം നിന്നതുകൊണ്ടാണ് മാറയിൽ നിൽക്കേണ്ടി വന്നത്. മേഘമാണ് വഴികാട്ടുന്നത്. മേഘം ചിലപ്പോൾ ഒരു ദിവസം ഒരിടത്ത് നിൽക്കും, ചിലപ്പോൾ ഏറിയ നാളുകൾ തങ്ങി നിൽക്കും. അപ്പോൾ മോശയും ജനവും മേഘത്തിന് കീഴിൽ പാളയമടിക്കണം. ഇസ്രായേൽ മക്കളുടെ വഴി നിർണയിച്ചത് മോശയല്ല കേട്ടോ. ഇസ്രായേൽ ഗ്രഹം ഉണ്ടാകും മുമ്പേ, സ്തോത്രം, അബ്രഹാമിന് ദൈവം വാഗ്ദത്തം നൽകിയപ്പോൾ ഇസ്രായേൽ അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. അന്ന് പറഞ്ഞതാണ്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം പരദേശിയായി പാർക്കും. അവർ വലിയ സമ്പത്തോടെ ഈ ദേശത്തേക്ക് മടങ്ങിവരും. സ്തോത്രം. അന്ന് കുറിച്ചുവെച്ച വഴിയാകട്ടോ. സ്തോത്രം. കുഞ്ഞെ, നിന്നെ വിളിക്കുന്നതിന് മുൻപേ, ആമേൻ, നിന്നെ രക്ഷയിലേക്ക് വിളിച്ച് കർത്താവ് ഇറക്കുന്നതിന് മുമ്പേ ദൈവം വരച്ചുവെച്ച റൂട്ടിലൂടെയാണ് നീ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ആമേൻ. കൈപ്പേറിയ മാറായിൽ കൂടി നീ കടന്നു പോവുകയാണോ? നിന്റെ ജനനത്തിന് മുമ്പേ നീ കടന്നു പോകേണ്ട വഴി നിശ്ചയിച്ചവൻ അറിയുന്നുണ്ട് മക്കളെ. കർത്താവ് നീ കയ്പുനീര് കുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ല. അവൻ നിന്റെ മാറയെ മധുരമാക്കുന്നവനാണ്. മോശയ്ക്കെതിരെ പിറുപിറുക്കാൻ എന്താ കാരണം? 400 വർഷത്തെ കയ്പ് മാറ്റാൻ, കുഞ്ഞാടിന്റെ ചോരത്തളി ആചരിക്കാനാണ് ഈ ഉപദേശിച്ചത്. സ്തോത്രം. ചോരത്തളി മതിയോ? പോരാ. പിന്നെന്താ? കുഞ്ഞാടിന്റെ മാംസം തിന്നണം. മതിയോ? പോരാ. ചെങ്കടലിൽ മുങ്ങി സ്നാനപ്പെടണം. അത് മതിയോ? പോരാ. വേർപെട്ട് മരുഭൂമിയിൽ പോയി ആരാധിക്കണം. എല്ലാം അംഗീകരിച്ചതാണ്. ചോരത്തളി ആചരിച്ചു, കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ചു, ചെങ്കടലിൽ സ്നാനം സ്വീകരിച്ചു. മിരിയാമിന്റെ നേതൃത്വത്തിൽ 72 മണിക്കൂർ മരുഭൂമിയിൽ നിർത്താതെ ആരാധിച്ചു. ഇതാ മുന്നിൽ മാറായുടെ കയ്പ്. പ്രിയപ്പെട്ടവരെ, മിസ്രയീമിലെ സർപ്പത്തിന്റെ ശക്തികളെ മുച്ചൂടും വിഴുങ്ങാൻ തക്കവണ്ണം ശക്തമായ വെളിപ്പാട് പ്രാപിച്ച മോശയ്ക്ക് മാറായിൽ പതിയിരുന്ന കൈപ്പേറിയ അനുഭവം മുൻപ് വെളിപ്പെട്ടില്ല. കുഞ്ഞെ, നിന്റെ റൂട്ട് വരച്ച ദൈവത്തിന് ഇതുവഴി നിന്നെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ, സ്തോത്രം, വ്യക്തമായ ഉദ്ദേശമുണ്ട്. നീ ഇപ്പോൾ കടന്നു പോകുന്ന ആ പ്രശ്നമുണ്ടല്ലോ, ആ കൈപ്പേറിയ അനുഭവമുണ്ടല്ലോ, നിന്നെ ഇതിലെ നടത്തുന്നതിന് പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ, മാറായുടെ ഈ കയ്പ് തലമുറയായി തുടരുന്നതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശാപം. ആ ശാപമടിയണമെങ്കിൽ
ജീവിതത്തിൽ ചോരത്തളി ആചരിച്ചവൻ ഇവിടെ വരണം. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കയ്പുണ്ടല്ലോ, അത് ദൈവമറിയാതെ വന്നതല്ല. ഇതിനു പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട് കുഞ്ഞെ. പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ, നീ മാറ കടന്നു പോകുമ്പോൾ അവിടുത്തെ കയ്പ് എന്നേക്കുമായി മാറിപ്പോകും. ഇനി ഒരിക്കലും മാറ മറ്റാരെയും കയ്പുനീര് കുടിപ്പിക്കത്തില്ല. യെസ്, നമുക്കറിയാം മിസ്രൈമിൽ നിന്നും പുറപ്പെട്ട ജനം ചെങ്കടൽ കടക്കേണ്ടി വന്നു. എന്നാൽ ദോദാനിൽ നിന്നും പണ്ട് യോസേഫിനെ മിസ്രൈമിലേക്ക് അടിമയായി പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അവർ ചെങ്കടൽ കടന്നതായി കാണുന്നില്ല. അതുപോലെ യോസഫ് മിസ്രൈമിൽ മന്ത്രിയായപ്പോൾ തന്റെ സഹോദരന്മാർ റേഷൻ വാങ്ങാനായി മിസ്രൈമിൽ പലവട്ടം വന്നുപോയതും ചെങ്കടൽ കടന്നതല്ല. സ്തോത്രം. അതുപോലെ യോസേഫിന്റെ പിതാവ് യാക്കോബും 70 ദേഹികളും ഫറവോൻ അയച്ച രഥത്തിൽ മിസ്രൈമിലേക്ക് പോകുമ്പോൾ രഥമോടുവാൻ തക്കവണ്ണമുള്ള രാജവീഥി ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാം. എന്നിട്ടും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചെങ്കടൽ വഴിയായി കൊണ്ടുവന്നു. പുറപ്പാട് പുസ്തകം നോക്കൂ, 13 അധ്യായം 17 വാക്യം. ഫെലിസ്ത്യരുടെ ദേശത്തുകൂടെയുള്ള വഴി അടുത്തതെങ്കിലും ദൈവം ഇസ്രയേലിനെ ചെങ്കടൽ വഴിയായി ചുറ്റി നടത്തി എന്ന് പറഞ്ഞാൽ മിസ്രൈമിലേക്ക് എളുപ്പമുള്ള വഴി, അടുത്ത വഴി ഉണ്ട്. എന്നിട്ടും ചോരത്തളി ആചരിച്ച, പെസഹായുടെ മാംസം കഴിച്ച, ചെങ്കടലിൽ സ്നാനം സ്വീകരിച്ച, മിസ്രൈമിൽ വേർപെട്ടാരാധിച്ച, മിസ്രൈമിൽ നിന്നും മരുഭൂമിയിലേക്ക് വന്ന് വേർപെട്ടാരാധിച്ച ഈ ജനത്തെ ചൊവ്വയുള്ള വഴിയിലൂടെ കൊണ്ടുപോകാതെ ചെങ്കടൽ വഴിയായി ചുറ്റി നടത്തി. എന്റെ കർത്താവെ, എന്തിനാ ഈ ദൈവകുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇട്ട് ചുറ്റിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ കർത്താവിന് മറുപടിയുണ്ട്. ദൈവം പറയും, വീണ്ടെടുക്കപ്പെട്ടവൻ ഈ വഴി മറുകര കടന്നെങ്കിലേ ശത്രുവിന്റെ മേൽ എനിക്ക് ന്യായവിധി നടത്താൻ കഴിയുകയുള്ളൂ. മനസ്സിലായോ? നിന്നെ ഇങ്ങനെ ചുറ്റി നടത്തുന്നതിന് പിന്നിൽ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇസ്രായേൽ ചെങ്കടൽ കടന്നപ്പോൾ പാരമ്പര്യത്തിന്റെ ശക്തികൾ അവിടെ ഒടുങ്ങിപ്പോയി. അതുകൊണ്ടാണ് അവർക്ക് മറുകരയിൽ നിന്ന് ഫറവോന് ഞാൻ ഇനി അടിമയല്ലെന്ന് പാടുവാൻ സാധിച്ചത്. ചെങ്കടലിന്റെ നടുവിലൂടെ ദൈവം തുറന്നുകൊടുത്ത വഴിയിലൂടെ യാത്ര ചെയ്ത ജനം ഇതാ കയ്പ് നിറഞ്ഞ മാറായിലെത്തി. എന്നാൽ മാറയുടെ കരയിൽ മധുരമാക്കുന്ന ചെടി നട്ടുപിടിപ്പിച്ചിട്ടാണ് തന്റെ മക്കളെ അതിലെ ദൈവം നടത്തിയത്. കേട്ടോ മക്കളെ, നിന്നെ വിളിച്ചിറക്കുന്നതിന് മുൻപേ നിന്റെ പ്രശ്നത്തിലുള്ള പരിഹാരവും ദൈവം ഒരുക്കി വെച്ചിരുന്നു. 30 ലക്ഷം ജനങ്ങളെതിരായിട്ടും മോശ എന്ന ദൈവദാസൻ പതറിയില്ല. കാരണം എന്താ? അവൻ ഹോരേബിൽ അഗ്നിയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവശബ്ദം കേട്ടവനാണ്. സ്തോത്രം. 40 വർഷം മരുഭൂമിയിൽ ആടുകളുമായി മോശ കയറിയിറങ്ങാത്ത മേടുകളില്ല. പക്ഷേ ഒരിക്കൽ പോലും ഹോരേബിൽ താൻ കാലുകുത്തിയിട്ടില്ല. കാരണം എന്താ? ശാപഗ്രസ്തമായ മുൾപടർപ്പ് പടർന്നു കിടക്കുന്ന സ്ഥലം. ലൂക്കോസിന്റെ സുവിശേഷം 20:37 നമ്മുടെ കർത്താവ് പറയുന്നത് മുൾപടർപ്പ് ഭാഗത്തെന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. മുൾപടർപ്പ് ഭാഗം, എല്ലാവരും ഒറ്റപ്പെടുത്തപ്പെട്ട മുൾപടർപ്പ്, അടുത്തു വരുന്നവരെ കുത്തി നോവിക്കുമെന്ന് പേരുദോഷമുള്ള മുൾപടർപ്പ്, ആർക്കും ഉപകാരമില്ലാത്ത, ആർക്കും വേണ്ടാത്ത, എല്ലാവരും അറപ്പോടെ മാത്രം നോക്കുന്ന മുൾപടർപ്പിൽ ഒരിക്കൽ സ്വർഗീയ അഗ്നിയൊന്ന് കത്തി. മോശ ദൂരത്തുന്നത് കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതെ കത്തുന്ന അത്ഭുതകരമായ കാഴ്ച മോശയെ മുൾപടർപ്പിനരികിലേക്ക് നടത്തി. മക്കളെ, സ്വർഗീയ അഗ്നി നിന്നിൽ കത്തിയാൽ അകന്നു നിൽക്കുന്നവർ ആകർഷിക്കപ്പെട്ട് നിന്റെ അടുത്തു വരാൻ തുടങ്ങും. കേട്ടോ, ശാപമെന്ന് പറഞ്ഞ് അകന്നു മാറിയ വ്യക്തി നോക്കി നിൽക്കെ മുൾപടർപ്പിൽ നിന്നും ഇതാ ദൈവശബ്ദം ഉയരുവാൻ ആരംഭിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ശപിക്കപ്പെട്ടവൻ, ആർക്കും വേണ്ടാത്തവൻ എന്നൊക്കെ പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയ വ്യക്തികൾ കാണുകെ നിന്നിൽ നിന്നും ദൈവശബ്ദം ഉയരുവാൻ ഒറ്റ തീ മതി. കേട്ടോ, ഇന്ന് രാത്രി ആ തീ നിന്നിൽ കത്തിജ്വലിക്കട്ടെ. ഈ ദൈവാലോചന ഏറ്റെടുത്ത് ആരാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? മഹാദൈവം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയാണ്. ശാപഗ്രസ്തമെന്ന് പറഞ്ഞു മാറ്റി നിർത്തിയ സ്ഥാനത്ത് ദൈവം പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. യെസ്, ഈ അഗ്നി നിന്റെ ശാപം മാറ്റും. ഈ അഗ്നി നിന്നിൽ നിന്നും ദൈവശബ്ദം പുറപ്പെടുവിക്കും. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. കൈപ്പേറിയ ബെഥാനിയ, ആലംബഹീനരായ 2 സഹോദരിമാരുടെ പേരിൽ അറിയപ്പെട്ട കൊച്ചു ഗ്രാമം, മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബെഥാനിയ, യേശുവിനെ സ്വീകരിച്ച ഭവനം, നസറായനെ ആരാധിച്ച ഭവനം, ദൈവപുത്രനെ സ്നേഹിച്ച ഭവനം. ഈ വീട്ടിൽ ഇതാ മാറയുടെ അനുഭവം. ഈ ഭവനം ദേശത്തറിയപ്പെടാൻ കാരണം ഇതിനു മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള ദുരന്തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, ലാസറിന്റെ മരണമല്ല ഇവിടെ ആദ്യമുണ്ടായത്. സ്തോത്രം. പ്രതീക്ഷകൾ പൂവിടും മുമ്പേ ആശ്രയമായിരുന്ന അപ്പൻ മരണത്തിനു കീഴടങ്ങി. വിധവയായ ഭാര്യയെയും പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളെയും നോക്കി സമൂഹം സഹതാപ
ശാപവാക്കുകൾ ചൊരിഞ്ഞിട്ട് അവർ കടന്നുപോയി. കുഞ്ഞുങ്ങളുടെ ചുമതല മാതാവിന്റെ ചുമലിലായി. നാളുകൾ കഴിയും മുമ്പേ ആ മാതാവും മരണത്തിന്റെ പിടിയിലമർന്നു. കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്ക് കാലൂന്നുന്ന 2 പെൺകുട്ടികൾ, തിരിച്ചറിവായിട്ടില്ലാത്ത ലാസർ എന്ന ആൺകുട്ടി. ഉപജീവനത്തിനു പോലും നിവൃത്തിയില്ല, താങ്ങാനാരുമില്ല, സഹായിക്കാനാരുമില്ല. വിവാഹപ്രായം കടന്നിരിക്കുന്നു. സഹോദരിമാർ 2 പേർക്കും ഇനി ഒരു കുടുംബജീവിതം പ്രതീക്ഷിക്കാനായില്ല. വല്ല വിധേനയും ലാസർ വളരുന്നതുവരെ കാത്തിരിക്കണം. അവൻ ഒരാശ്വാസമായി തീരും. പ്രതീക്ഷയോടെ എങ്ങനെ കാത്തിരിക്കുമ്പോൾ ഇതാ അശ്വനിപാതം പോലെ ലാസർ രോഗം ബാധിച്ചു കിടപ്പിലായി. അപ്പനെ കൊണ്ടുപോയ രോഗം, അമ്മയെ തകർത്തു കളഞ്ഞ രോഗം, ഇതാണ് തലമുറയിൽ നിന്നും തലമുറയിലേക്ക് പരക്കുന്ന രോഗം. ഉടനെ അവൻ പരമവൈദ്യനായ യേശുവിനെ വിവരമറിയിച്ചു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവിടുന്ന് പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ല, ദൈവനാമം മഹത്വപ്പെടാനത്രേ. എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഈ ഭവനത്തിൽ ദീനം വന്നപ്പോഴെല്ലാം മരണം സംഭവിച്ചിരുന്നു. എന്നാൽ യേശു സന്ദർശിച്ച ഭവനത്തിൽ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്ന ഈ കൊല്ലുന്ന രോഗമുണ്ടല്ലോ, പാരമ്പര്യത്തിന്റെ രോഗം, അത് മരണത്തിനായിട്ടല്ല, ദൈവനാമം മഹത്വപ്പെടാനത്രേ. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവസാന്നിധ്യമുള്ള നിന്റെ ഭവനത്തിൽ വന്നുഭവിച്ചിരിക്കുന്ന പ്രതികൂലമുണ്ടല്ലോ, അത് നാശത്തിനല്ല, നിന്റെ ഭവനത്തിൽ ദൈവനാമം മഹത്വപ്പെടാൻ പോവുകയാണ്. യെസ്, ഈ വാർത്ത അറിയിച്ച് കർത്താവിന്റെ അടുക്കൽ പോയവർ മടങ്ങി വന്നു. അവർ ചിന്തിച്ചിരിക്കുകയാണ്, രാജഭൃത്യൻ പണ്ട് രോഗിയായി കിടന്നപ്പോൾ യേശുവിനെ അറിയിച്ചു. അന്ന് അവിടുന്ന് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, അവൻ ജീവിച്ചിരിക്കുന്നു. അവർ മടങ്ങിച്ചെന്നപ്പോൾ രാജഭൃത്യൻ സൗഖ്യമായത് കണ്ടതുപോലെ ഞങ്ങളും മടങ്ങിച്ചെല്ലുമ്പോൾ ലാസറും സൗഖ്യത്തോടെ ഇരിക്കുന്നത് കാണും. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ശവസംസ്കാരത്തിലുള്ള ക്രമീകരണങ്ങൾ ദ്രുതഗതിയായി നടക്കുകയാണ്. പക്ഷേ ആ സഹോദരിമാർ പ്രതീക്ഷ കൈവിട്ടില്ല. അവർ ചിന്തിച്ചു, യായിറോസിന്റെ ഭവനത്തിൽ കടന്നു ചെന്ന് ബാലയെ ഉയർപ്പിച്ചവൻ തീർച്ചയായും വരും, അത്ഭുതം ചെയ്യും. സമയം കടന്നുപോയി. ആൾക്കാർ പിറുപിറുക്കാൻ തുടങ്ങി. ഇങ്ങനെ എത്ര നേരം വെച്ചുകൊണ്ടിരിക്കും? അവർ ലാസറിന്റെ മൃതശരീരം പൊതിഞ്ഞു കിട്ടി. അപ്പോഴും ആ സഹോദരിമാർ പ്രതീക്ഷ കൈവിട്ടില്ല. നയീനിലെ വിധവയുടെ മകൻ മരണപ്പെട്ടപ്പോൾ ശവക്കോട്ടയുടെ അരികിൽ വെച്ച് മഞ്ചം തൊട്ടവൻ എന്റെ വിഷയത്തിലും അത്ഭുതം ചെയ്യും. പ്രിയപ്പെട്ടവരെ, പക്ഷെ യേശു വന്നില്ല. കല്ലറയിൽ അവൻ ലാസറിന്റെ ശരീരം വെച്ചു, കല്ലുമുരുട്ടി വെച്ചു. ഇനിയും അവൻ പുറത്തു വരില്ല. ഇനിയും ഈ വീട്ടിൽ പുഞ്ചരി ഉണ്ടാകില്ല. പ്രാർത്ഥിച്ചിട്ടെന്താ ഗുണം? ആരാധിച്ചിട്ടെന്താ ഫലം? യേശുവിന് ഇടം കൊടുത്തിട്ടെന്ത് ഗുണമുണ്ടായി? നാട്ടുകാരുടെ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. സഹോദര, നിന്റെ ജീവിതത്തിൽ ബന്ധനമുണ്ടാകുവാൻ ശത്രുവിനൊരു സമയമുണ്ടെങ്കിൽ ആ ബന്ധനം അഴിച്ച് നിനക്ക് സ്വാതന്ത്ര്യം വരുത്തുവാൻ എന്റെ ദൈവത്തിനൊരു സമയമുണ്ട്. യെസ്, ആ സമയം ഇപ്പോഴാണെന്ന് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. യേശു കല്ലറയ്ക്കിൽ വന്നു. ലാസറേ, ജീവിക്കയെന്നല്ല, ലാസറേ, പുറത്തു വരിക, അങ്ങനെയാ പറഞ്ഞത്. കാരണം ജീവദായകൻ വന്ന നിമിഷം കല്ലറയ്ക്കകത്ത് ജീവൻ വ്യാപരിച്ചു. ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശത്രു കെട്ടിയടച്ച തടസ്സങ്ങൾ ഇന്ന് തുറക്കപ്പെടാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. വിശ്വസിക്കുക. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കൂടാരത്തിൽ ആനന്ദഘോഷമുയരാൻ പോകുന്നു. സന്തോഷത്തിന്റെ ഒരു പന്തി ഭോജനം നിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വരെ മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബഥാന്യ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം 12-ാം അധ്യായം മുതൽ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ഗ്രാമമായ ബഥാന്യ എന്നറിയപ്പെടാൻ തുടങ്ങി. ആമേൻ. കയ്പുനീർ കുടിച്ചവന്റെ പേരിൽ ആ ഗ്രാമം അറിയപ്പെട്ടു. കുഞ്ഞെ, നീ എവിടെ മാറായുടെ കയ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവോ ആ ദേശം നിന്റെ പേരിൽ അറിയപ്പെടും. ദൈവപ്രവൃത്തി വെളിപ്പെട്ട ഭവനത്തിൽ ഇതാ വിരുന്നു നടക്കുകയാണ്. വിരുന്നു നടക്കുന്നു. മറിയ യേശുവിന്റെ കാൽക്കലിരുന്നു. മറിയ 3 പ്രാവശ്യം കർത്താവിന്റെ കാൽക്കലിരുന്നതായി തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. 1, വചനം പഠിക്കാൻ അവൾ കാൽക്കലിരുന്നു. 2, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കാൽക്കലിരുന്നു. വിടുവിച്ചവനെ ആരാധിക്കാനായി 3-ാമത്തെ പ്രാവശ്യം സ്വച്ഛ ജടാമാംസി തൈലവുമായി അവൾ കാൽക്കലിരുന്നു. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. സ്തോത്രം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ കാൽക്കുലേറ്റർ യൂദയുടെ മൂക്കാണ്. അവൻ മൂക്ക് കൊണ്ട് തൈലത്തിന്റെ വില കണക്ക് കൂട്ടി 300 വെള്ളിക്കാശിന് വിറ്റ് അവൻ ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നു. 300 വെള്ളിക്കാശിന്റെ വകയുണ്ട്. ഇത് വെറും ചെലവാണ്. പ്രിയപ്പെട്ടവരെ, യൂദയെ കുറ്റം പറയാൻ കഴിയില്ല. യേശുവിനെ ഒറ്റിക്കൊടുത്തതിന്റെ വിലയായി കിട്ടിയ 30 വെള്ളിക്കാശിന് കുശവന്റെ നിലം വാങ്ങാൻ മൂല്യമുണ്ടെങ്കിൽ അവൻ 300 വെള്ളിക്കാശിന് ഒരു എസ്റ്റേറ്റ് തന്നെ വാങ്ങാം. അതുകൊണ്ടാണ് യൂദ പറഞ്ഞത് ഇത് വെറും ചെലവാണ്.
ദൈവത്തിന് മഹത്വം. ലാസറിനെ കെട്ടിയ കെട്ടോർത്താൽ ഇതൊരു ചെലവേ അല്ല. ഏത് കെട്ടും അഴിക്കാൻ വേണ്ടിയാണ് കെട്ടുന്നത്, അല്ലേ? ആടിനെയും പോത്തിനെയും എരുമയും എല്ലാത്തിനെയും അഴിക്കാൻ വേണ്ടിയാണ് കെട്ടുന്നത്. പക്ഷെ മരിച്ചവനെ കെട്ടുന്നതോ ഇത് ഒടുക്കത്തെ കെട്ടാണ് കെട്ടിയത്. ഒരിക്കലും അഴിക്കാതിരിക്കാനുള്ള കെട്ട്, മരണത്തിന്റെ കടുംകെട്ടഴിച്ച് വിടുതൽ തന്നവന്റെ മുന്നിൽ എല്ലാം സമർപ്പിച്ചുള്ള ആരാധന. നാറ്റം വെച്ചെന്ന് പറഞ്ഞ അതേ ഭവനത്തിൽ അവൻ തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. സ്തോത്രം. യോഹന്നാൻ 12:1. പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ യേശു അവിടെ വന്നു എന്നെഴുതിയിരിക്കുന്നു. എന്തേ അങ്ങനെ വരാൻ കാരണം? 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കണം. യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിന്റെ നിമിത്തം മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണാനായിട്ട് കൂടി വന്നു. അവൻ ഹേതുവായി യഹൂദന്മാർ യേശുവിൽ വിശ്വസിക്കയാൽ ലാസറിനെയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. മഹാപുരോഹിതന്മാരുടെ ഉള്ളിൽ ഉരുണ്ടുകൂടിയ ദുഷ്ടചിന്തകൾ ആരും അറിഞ്ഞില്ല, എന്നാൽ അറിയേണ്ടവൻ അറിഞ്ഞു. സ്തോത്രം. പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ കർത്താവ് ബേഥാനിയിലെത്തി. കുഞ്ഞേ, ഒരിക്കലെങ്കിലും ദൈവം നിനക്ക് വിടുതൽ തന്നിട്ടുണ്ടെങ്കിൽ, ശത്രു നിന്റെ പ്രാണന് വിരോധമായി വട്ടം കൂട്ടുമ്പോൾ അപ്പോൾ തന്നെ കർത്താവ് നിന്നെ തേടി വരാതിരിക്കില്ല. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ ആലോചന ഹല്ലേലൂയ അമേൻ ബോധ്യമായിട്ടുണ്ട്? നിന്റെ പ്രശ്നം എന്തുതന്നെയായാലും നിന്റെ ജീവിതത്തിലെ കടുങ്കെട്ട് വീണ വിഷയങ്ങളെ പരിഹരിച്ച് സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യപൂർണവുമായ നല്ല നാളുകൾ നൽകി നിന്നെ മാനിക്കാൻ കഴിയുന്നവൻ ഇന്ന് പുലരിയിൽ കുഞ്ഞെ നിന്റെ ഭവനത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ തിരു സാന്നിധ്യം നിന്റെ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, അവൻ ഈ പുലരിയിൽ ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരുണയുടെ കരം വെച്ച് അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് അലമുറകൾ ഒഴിഞ്ഞു മാറട്ടെ. ഉന്മൂലനാശം വരുത്തുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തലമുറകളായി വ്യാപരിച്ചു നിൽക്കുന്ന അന്ധകാര ശക്തികൾ ഇന്ന് പുലരിയിൽ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമായി മാറട്ടെ. മാതാപിതാക്കളുടെ പ്രതീക്ഷയായ യുവജനങ്ങൾ സർവശക്തന്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒടുക്കിക്കളയാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന നിഷ്ഠൂരന്റെ പാതയെ സൂക്ഷിച്ചൊഴിയുവാൻ പരിശുദ്ധാത്മാവ് അവർക്ക് ബുദ്ധി നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. കടഭാരത്തിനൊരറുതി വരാതെ ഒരു കടം തീരാൻ വേറെ കടമെടുത്ത് ലഭിക്കുന്ന നന്മ മുഴുവനും പലിശയടച്ച് കഷ്ടം സഹിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ വിഷയത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കൊണ്ട് സ്തോത്രം. പരമസമ്പന്നനായ ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ സമൃദ്ധി നൽകി മാനിക്കണം. ഹല്ലേലൂയ. രോഗസൗഖ്യം മക്കളുടെ അവകാശമാണല്ലോ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ അനേക പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥനയിലൂടെ മറുപടി നൽകിയ വിടുതൽ നൽകിയ ദൈവമേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ പ്രഭാതത്തിൽ തിരുസന്നിധിയിൽ കണ്ണുകളടച്ചിരിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെയും പരമവൈദ്യൻ തൊട്ട് സൗഖ്യമാക്കണം. യേശുവിന്റെ നാമത്തിന്റെ അധികാരത്തിൽ എല്ലാ രോഗങ്ങളും രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറി നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കുവാൻ ഇടവരട്ടെ. കർത്താവെ, ഉപജീവന മാർഗം നഷ്ടമായ അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹസ്വരൂപനെ അവിടുത്തെ കരം വെച്ച് നിന്റെ കുഞ്ഞുങ്ങളെ മാനിക്കണം. ഇനിയുള്ള നാളുകൾ അനുഗ്രഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, നന്മയുടെ, ഉയർച്ചയുടെ, സമൃദ്ധിയുടെ, ദൈവകൃപയുടെ വർഷങ്ങളായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരത്തിൽ ഞാൻ എന്റെ ശ്രോതാക്കളെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ വിടുവിക്കുന്ന കരം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നത് കൊണ്ട് സ്തോത്രം. നിരവധിയായ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി നിന്റെ കുഞ്ഞുങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാം സ്തോത്രത്തോടെ സിരസൻസിൽ സമർപ്പിക്കുന്നു. മറുപടി നൽകി ഞങ്ങളെ മാനിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവിന്റെ ആലോചന പ്രിയപ്പെട്ടവർക്ക് പകർന്നു നൽകിയത് സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്. പതിവ് പോലെ ചെങ്ങർ നിന്നും. ആമേൻ. സഹോദരങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനുള്ള നമ്പർ ഞാൻ ഓർപ്പിക്കുന്നു. 9072141834. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9072140929. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രഭാതത്തിലും പ്രാർത്ഥനയ്ക്കും തിരുവചന ധ്യാനത്തിനുമായി ഐക്യതയുടെ ആത്മാവിൽ ഒരുമിച്ച് കൂടാം. അതുവരെ സ്നേഹസ്വരൂപന്റെ വിരിക്കപ്പെട്ട ചിറകിന്റെ മറവിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് കാത്തുപരിപാലിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.